ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. അമ്മായിൻ്റെ മോളും അമ്മായിയും മാമനും അതുപോലെ തന്നെ ചെറിയമ്മേൻ്റെ മോളും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ പോണത് കോഴിക്കോട്ടേക്കാണ് കേട്ടോ. ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഓണ വെക്കേഷനല്ലേ, അപ്പം മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പോയിട്ടും തന്നെ കുറേ ആയി. അപ്പോൾ പോണ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്, കോഴിക്കോട്ടേക്കാണ് കേട്ടോ പോണത്. പിന്നെ അപ്പോൾ വണ്ടി വിളിച്ചതാണ്, ഒരു ട്രാവലർ വിളിച്ചതാണ് കേട്ടോ. 14 സീറ്റിൻ്റെ. 14 പേരൊന്നും അല്ല ഞങ്ങൾ 19 ആൾ 20 ആൾ എടുത്തിട്ടുണ്ട് കേട്ടോ, കുട്ടികളെ കൂട്ടാതെ തന്നെ. അപ്പോൾ അതാ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഇവിടെ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമ്മായിൻ്റെ മോളും മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മായി മാമനും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തലേന്ന് ഇരുന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്നുണ്ടായ പോവലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെറിയ ഏട്ടനും പോന്നിട്ടില്ല, കുട്ടച്ച പോന്നിട്ടില്ല. പെട്ടെന്നുണ്ടായത് ആയതുകൊണ്ട് പിന്നെ പണി ഉണ്ടായിരുന്നു, അപ്പോൾ ലീവാക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ വലിയ ഏട്ടനും തന്നെ ചോറൊക്കെ പൊതിഞ്ഞ് പണിക്ക് പോയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് തന്നെ പോന്നു, ആരും ഇല്ലല്ലോ ഒപ്പം. അച്ഛൻ മാത്രമേ ഇവിടുന്ന് പോരുന്നുള്ളൂ പറഞ്ഞിരുന്നു കേട്ടോ, ആണുങ്ങളായിട്ട്. ബാക്കിയൊക്കെ പെണ്ണുങ്ങളാണ്. അപ്പോൾ പിന്നെ അവന് ലീവ് പറഞ്ഞു പോന്നു കേട്ടോ. ചെറിയ വീടിന് പിന്നെ ലീവ് കിട്ടിയില്ല, അവിടെ എന്തോ കുടിരിക്കലോ കാര്യം എന്തോ ഉണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ അങ്ങനെ നബിദിന റാലികളൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ കുട്ടിപ്പാറ വഴിയാണ് പോണത്. അപ്പോൾ അവിടെ അമ്മായിനെയും മാമേനെയൊക്കെ ഒന്ന് കൂട്ടണം. പിന്നെ അതേപോലെ തന്നെ അമ്മായിൻ്റെ മോളൊന്നും ഡ്രസ്സൊന്നും കൊണ്ടല്ല പോന്നിരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവാൻ വിചാരിച്ചു. ഞങ്ങളൊരു 9 മണി 9:15 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതാ അമ്മായിൻ്റെ വീടാണ് കേട്ടത്. അമ്മായിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മായിൻ്റെ മോളുടെ വീടും. രണ്ടും ഒരു മതിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മായി ഒരുങ്ങിയൊക്കെ നിൽക്കുന്നു. പിന്നെ മാമന് പോന്നില്ല പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞ് കൂട്ടിയതാണ് കേട്ടോ. കുറേ വലിച്ചു. അപ്പോൾ പിന്നെ പോന്നു. കുറേ തവണ പറയുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്നും തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. 9:30 ഒക്കെ ആയപ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ വണ്ടിയിൽ കയറിയിട്ടോ. പിന്നെ അതാ ആസ് യൂഷ്വൽ നമ്മുടെ ടൂറൊക്കെ പോകുമ്പോഴുള്ള കുറച്ച് ചാടിക്കളിയും പാട്ടും അതൊക്കെ പോകുമ്പോൾ ഭയങ്കര ആഘോഷമാവുമല്ലോ. പോരുമ്പോൾ പിന്നെ ആകെ എന്താ പറയുക, ആകെ ക്ഷീണിച്ച് എല്ലാവരും ഇതാവുമല്ലോ. അപ്പോൾ പിന്നെ മക്കളും എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ കേട്ടോ. അതൊരു രസം തന്നെയാണല്ലേ, എല്ലാവരും കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആകുമ്പോൾ. ഈ വണ്ടി 14 സീറ്റിൻ്റെ ട്രാവലറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ നിന്നിട്ട് കളിക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. വണ്ടിയിൽ തന്നെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഏട്ടൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ. ഈ കോഴിക്കോട്ടേക്ക് പോകുക എന്നുള്ള പ്ലാനിങ് കുറേ മുന്നേ തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ അങ്ങോട്ട് ആയി കിട്ടലില്ല കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തലേന്ന് ഇങ്ങനെ ഞങ്ങളിവിടെ വണ്ടൂർ തന്നെ ഉണ്ട് ഒരു ടൗൺ സ്ക്വയർ, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്പിളി ചേച്ചി പറഞ്ഞു, അമ്മായിൻ്റെ മോള് പറഞ്ഞു, വേണ്ട നമുക്ക് ഇങ്ങനെ കോഴിക്കോട് പോയാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും അത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ പോണ വഴിക്കൽ കണ്ടൊരു പാലത്തിൻ്റെ ആ പെയിൻറ്റ് കൊടുത്തത് കണ്ടോ, നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത്, ഇപ്പോൾ കോഴിക്കോട് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, ലുലു മാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കണ്ടോ, വണ്ടികളൊക്കെ നിർത്തിയിട്ടത് കണ്ടോ. ഇപ്പോൾ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മിക്കവാറും ആൾക്കാരൊന്നും പോയിട്ടില്ല ലുലു മാളിക്ക്. ഞാനും തന്നെ എറണാകുളത്തെ ലുലു മാളിക്ക് പോയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇത്. പിന്നെ തുറന്നിട്ടും പിന്നെ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് നടന്ന് പോവാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഈ ടൂറിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മക്കളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്നും വാങ്ങി തരില്ല പറഞ്ഞിട്ടുണ്ട്. കാരണം ഒക്കെ ഇവിടെയൊക്കെ പറഞ്ഞാൽ നല്ല പൈസ ആവുമല്ലോ, അപ്പോൾ പിന്നെ ഒന്നും വാങ്ങി കൊടുക്കൂല, അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും തന്നെ വാങ്ങിയൊന്നും തരണ്ട, നമുക്ക് ടൂറ് പോയാൽ മതി, എങ്ങോട്ടെങ്കിലും നമുക്ക് കാണാമല്ലോ, ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ലുലു മാളിക്കൊക്കെ കയറി ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല തിരക്കുണ്ട്. പിന്നെ ഞാൻ ഈ എസ്കലേറ്ററിൽ പോണത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ എറണാകുളം പോയി എന്ന് പറഞ്ഞല്ലോ, പക്ഷേ അന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ കയറിയിരുന്നില്ല. ഞാൻ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ പോയിട്ടുള്ളത്.
അപ്പോൾ ഇവിടെയും തന്നെ ചെറിയമ്മയ്ക്ക് ഭയങ്കര പേടിയുന്നുണ്ട്. ചെറിയമ്മ ഇവിടെ നിന്നൊന്നും കയറിയില്ല, നമുക്ക് ഞാൻ ലിഫ്റ്റിൽ പോന്നോളാം പറഞ്ഞിട്ട് ചെറിയമ്മ ലിഫ്റ്റിലാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയമ്മേൻ്റെ കൂടെയുള്ള ആരോ ഇതേപോലെ എസ്കലേറ്ററിൽ പോന്നപ്പോൾ വീണത്ര കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയമ്മയ്ക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ ചെറിയമ്മ കയറിയിട്ടില്ല, ചെറിയമ്മ ലിഫ്റ്റ് വഴി പോന്നു കേട്ടോ. ഞങ്ങളും തന്നെ കൈയൊക്കെ പിടിച്ച് ഓരോരുത്തരെ കൈയൊക്കെ പിടിച്ച് അങ്ങനെയാണ് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ലുലുമാളത്തെ ഓരോരോ സാധനങ്ങളാണ് കേട്ടത്, പല വെറൈറ്റി സാധനങ്ങൾ എല്ലാതും ഉണ്ട്. അതിലൊക്കെ കയറിയവർക്ക് അറിയുണ്ടാവും, എല്ലാതും നമുക്ക് അവിടെ കയറിയാൽ പിന്നെ കിട്ടുമല്ലോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഒന്നും അവിടെ നിന്നില്ല കേട്ടോ, കുറച്ച് ഫുള്ളൊന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഞങ്ങൾ പോയത് പിന്നെ പ്ലാനറ്റേറിയം ഉണ്ട് അവിടെ, അപ്പോൾ അതിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെയും തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു ഉച്ച സമയത്തേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ ഏട്ടനൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു സംഭവമാണ്, പക്ഷെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോഴാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, കുറേ സ്പേസ് ഉണ്ട്. ഇപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ നിർത്തിയിടാനും ഒക്കെ ഇതിലൊക്കെ പോയവർക്ക് അറിയുന്നുണ്ടാകും. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളും എല്ലാം ഇതുണ്ട്, കുറേ കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതിൽ ഓരോ സംഭവത്തിനും ഓരോന്നിനും വേറെ നമ്മൾ പിന്നെ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു കേട്ടോ. പിന്നെ ഇതും തന്നെ 3 മണിക്ക് ശേഷമേ ഓപ്പൺ ചെയ്യുള്ളൂ. ഞങ്ങൾ 3 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ എത്തിയപ്പോൾ, 1 മണി 1:15 ആയപ്പോഴത്തേനാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ചോറുണ്ടാകും വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ചോറൊന്നും വേണ്ട, അത് കണ്ടപ്പോൾ പിന്നെ ഓരോന്നും കയറിയും തൂങ്ങിയും അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഫീസായിട്ടുള്ളത്. പിന്നെ അമ്മ ചോറൊക്കെ വിളമ്പാണ്. അപ്പോൾ ഞങ്ങൾ ചോറെന്ന് പറഞ്ഞാൽ സാദാ ചോറും കുറച്ച് ചിക്കൻ കറിയും പിന്നെ കുറച്ച് മുരിങ്ങ താളിപ്പുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഒരു വീട്ടിലുണ്ടാക്കണ മാതിരി തന്നെ ചോറും കറി അങ്ങനെയുള്ളൂ കേട്ടോ. പിന്നെ അല്ലാതെ നെയ്ച്ചോറും ബിരിയാണി അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ മക്കൾക്കും തന്നെ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്കേന്ന് അവർ സമ്മതിച്ചു കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മോരും ഉണ്ടായിരുന്നു കേട്ടോ. മോരൊക്കെ അമ്മായിൻ്റെ ചെറിയ മോള് മുത്തി ചേച്ചിയാട്ടോ കൊണ്ടുവന്നത്. ചമ്മന്തി തന്നെ ചെറിയമ്മയൊക്കെ അരച്ചു. പിന്നെ കറിയും ചോറൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിട്ടോ. അപ്പോൾ എന്തായാലും ചോറിനെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അമ്മ പാത്രമൊക്കെ കൊണ്ടൊക്കെയാണ് കേട്ടോ. എല്ലാവരും ചോറൊക്കെ കഴിച്ചു. പിന്നെ മെയിനായിട്ടിത് കുറഞ്ഞ ചിലവുള്ള പരിപാടിയാണ് കേട്ടോ, കാരണം ബഡ്ജറ്റ് കുറച്ച് കുറവുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയൊരു ടൂറ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്നതാണ് കേട്ടോ. അതൊക്കെ കുറേ അക്വേറിയംസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ മക്കൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു വീഡിയോ എടുക്കണത് പറ്റുമോ എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റി കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ ഫിഷിൻ്റെ എത്തിയപ്പോൾ ഞാൻ അവരെ കാണാതൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്കൊരു പേടിയും ചോദിക്കാനൊരു പേടി, വീഡിയോ എടുക്കാൻ പറ്റുമോ, ഞാൻ അതിന് വേറെ എന്തെങ്കിലും ഫീസ് വേണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും എടുക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ധൈര്യത്തിലെടുത്ത് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കേട്ടോ. പോയവർക്കൊക്കെ അറിയുന്നുണ്ടാകും, പിന്നെ 1-2 പേരെങ്കിലും പോകാത്തതും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്കൊക്കെ പോണത്. കോഴിക്കോട് നമ്മുടെ അടുത്ത് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കോഴിക്കോട് ഞാൻ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുന്നല്ലാതെ ഇതേപോലെ ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എല്ലാവർക്കും കേട്ടോ, ആരും അങ്ങനെ പോയിട്ടൊന്നുമില്ല, അതിൻ്റെ മുന്നേ ഇതുവരെ പോയിട്ടൊന്നുമില്ല. പിന്നെ വർഷ പോയിട്ടുണ്ട് കേട്ടോ, വലിയ നാത്തൂന് കേട്ടോ. അവൾ ഇതേപോലെ സ്കൂളിൽ നിന്ന് ഇത് പ്ലാനറ്റേറിയം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ വന്നിട്ടുണ്ട് പറഞ്ഞു. ഇവിടേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊന്നും പോന്നിട്ടില്ല. അപ്പോൾ അതൊരു പുതിയ അനുഭവം തന്നെയല്ലേ, കാണാത്തവർക്ക് എന്തും പുതിയ കാഴ്ചകൾ കാണുമ്പോൾ അതൊരു ഇഷ്ടം തന്നെയല്ലേ. അപ്പോൾ ഒന്നും വേണ്ട, നമ്മളെ നിലമ്പൂരുണ്ട് തേക്ക് മ്യൂസിയം, അതുപോലും സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം അവരെയും കൊണ്ട് പോകണം. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഞാനൊക്കെ അതേപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ പോയി കണ്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ മുന്നൊന്നും പോയി അങ്ങനെ ടൂറൊന്നും ആരും, ഇപ്പോഴാണ് പിന്നെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ തുടങ്ങിയത് കേട്ടോ. ആരും അങ്ങനെ ടൂറൊന്നും പോവലില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
എത്ര യാത്ര ചെയ്താലും മടുക്കില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ യാത്ര ചെയ്താൽ ചിലപ്പോൾ ഒരു തലവേദന ഉണ്ടാവും കേട്ടോ. കാരണം മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എത്രയും മെഡിസിൻ കഴിച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്നാലും യാത്ര ചെയ്യും. അത്രയും ഇഷ്ടമാണ് കേട്ടോ യാത്ര ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് ഇത് ഇങ്ങനെ സ്റ്റുഡൻസാണ് തോന്നുന്നു കേട്ടോ, ആരും അറിയില്ല. അവിടെ ഇങ്ങനെ സയൻസ് മാജിക് ഷോ പറഞ്ഞിട്ട് അങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് തന്നെയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ കണ്ണനൊക്കെ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ മാജിക്കായിട്ട് ഓരോ ഫിസിക്സിൻ്റെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഓരോ ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും സംഭവങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് 3D ഫിലിംസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ തന്നെ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ അവിടെ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ. അപ്പോൾ അവിടെ ആടിക്കൊണ്ടിരിക്കുകയെന്നിട്ട്. അപ്പോൾ ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം എവിടെ നോക്കിയാലും കണ്ണാടി. നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോണത് നമുക്ക് കറക്റ്റ് അറിയില്ല. കൂടെ പോയാലും വഴിയാണ് കേട്ടോ. ഇതെന്തായാലും നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതും തന്നെ നമ്മുടെ മുഖം നോക്കുമ്പോൾ നമ്മുടെ സൈഡാണ് കാണുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. മിററുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് മിഠായി തെരുവിലേക്ക് പോകാൻ വിചാരിച്ചിട്ടോ. ഇവിടെ നിന്നും തന്നെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇത് തന്നെ വീഡിയോസും കുറവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം രണ്ട് സൈഡും ഇങ്ങനെ മാർക്കറ്റ് മാറി നമുക്ക് എന്താണ് മിഠായി തെരുവ് എന്നുള്ളതൊന്ന് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടന്ന് പോന്നിട്ട് ഇരിക്കണ വീഡിയോ ആണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ക്ഷീണിച്ചു, കാരണം കുറച്ച് വെയിലുണ്ടായിരുന്നു. വെയിലൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോൾ ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ കുറേ പോയിട്ടോ. അപ്പോൾ അവിടുന്ന് തന്നെ അമ്മയൊക്കെ ചപ്പാത്തിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അവിടെ 2 രൂപയ്ക്ക് ചപ്പാത്തി പറഞ്ഞിട്ട് ഇങ്ങനെ ജയിലത്തെ ആൾക്കാർ ഉണ്ടാക്കണതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും എല്ലാവരും അവിടുന്ന് ചപ്പാത്തിയും കറിയൊക്കെ വാങ്ങിയിട്ട് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിലും തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈമും കൂടി ആയതുകൊണ്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോഴത്തേന്. തിരക്ക് ഇങ്ങനെ ആയി വരുന്നുള്ളൂ പറഞ്ഞില്ലേ. കാരണം എല്ലാവരും ഈവനിങ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വരാനിരിക്കുകയായിരിക്കും. അപ്പോൾ ഞങ്ങളും തന്നെ വെയിലാറിയിട്ട് മക്കളെയും കൊണ്ട് പോരാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും തന്നെ നല്ലൊരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കടലിൽ പോണതും കളിക്കാനൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ പിന്നെ കൊല്ലത്ത് വല്യമ്മേൻ്റെ വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ അഴീക്കൽ ബീച്ചിലേക്കൊക്കെ പോവലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ പോവലുണ്ട്. പിന്നെ അതിലിടയ്ക്ക് ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു. അപ്പോൾ അവിടെ എവിടെയോ ചാവക്കാട് ബീച്ചുണ്ടല്ലോ, അവിടേക്കും പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്നും തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുട്ടികൾക്കൊക്കെ കുറച്ച് ഐസ്ക്രീമും കടലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അവരൊക്കെ ഭയങ്കര കളിയാണ്. കണ്ടോ, ഡ്രസ്സൊക്കെ ഊരി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഞാൻ വെള്ളത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷേ എനിക്ക് ജലദോഷം പിടിച്ചിട്ടോ. എന്താ അറിയില്ല, നമ്മൾ മിഠായി തെരുവിൽ കൂടെ അങ്ങനെ വെയിലത്ത് കൂടെ നടന്നിട്ടാണോ എന്താ അറിയില്ല, കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ജലദോഷമൊക്കെ പിടിച്ചു കേട്ടോ. പിന്നെ അത് കൂടെ സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് പറയില്ലേ, കുട്ടികളെയും കൊണ്ടൊക്കെ ആയതുകൊണ്ട് പോകാൻ പേടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ വിശക്കണ് പറഞ്ഞപ്പോൾ കുറച്ച് ചായയും ഇതൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ ചുരണ്ടി ഐസ്ക്രീം. അത് ഏട്ടൻ വാങ്ങിയിട്ടോ, ഞങ്ങളൊന്നും വാങ്ങിയില്ല. വലിയ രസമല്ല തോന്നിയത്, ഓന് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞങ്ങളും തന്നെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഇരുട്ടായപ്പോൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് അങ്ങനെ പോന്നു കേട്ടോ. ഇനി പോണത് ഹൈലൈറ്റ് മാൾ ഉണ്ടല്ലോ, അതിക്കാണ് കേട്ടോ പോണത്. ഇത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല കേട്ടോ. കാരണം കോഴിക്കോട് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ഡ്രൈവറേട്ടൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് നല്ലോണം അറിയാം കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോ സമയം അനുസരിച്ച് നിങ്ങൾ ഇന്ന സമയത്തേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കയറി പോരാന്ന് പറഞ്ഞപ്പോഴേ, അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഒക്കെ കാണാൻ പറ്റി കേട്ടോ.
ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു പിന്നെ ബസ്സിന് പോവാം, ആരും വേണ്ട, എന്താ ഇപ്പോൾ കോഴിക്കോട്ടേക്കല്ലേ ഇവിടെ അടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വലിയ ഡയലോഗൊക്കെ വിട്ടിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നിട്ടോ കോഴിക്കോട്ടേക്കൊക്കെ ബസ്സിന് പോന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആകെ പെടുമായിരുന്നു. കാരണം നമുക്ക് എവിടൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ. ഇതിപ്പോൾ ലുലു മാൾ ഒരു ഭാഗത്തും അതേപോലെ തന്നെ പ്ലാനറ്ററി ഒരു ഭാഗത്തും. അപ്പം നമുക്കറിയില്ലല്ലോ ബസ്സിനാവുമ്പോൾ എവിടെയൊക്കെ കയറണം ഇറങ്ങണം എന്നൊന്നും അറിയില്ലല്ലോ. നമ്മളെ നാടാണെങ്കിൽ നമുക്കറിയാം എവിടെ ഇറങ്ങണം എവിടെ കയറണം എന്നൊക്കെ. പിന്നെ അതാ ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടോ. കുട്ടികൾക്ക് ഭയങ്കര വാശി ഇതിൽ കയറണം എന്ന്. അപ്പോൾ ഇതേതായാലും ഇതിൽ കയറി 100 രൂപയാണ് കേട്ടോ. അങ്ങനെ ഒരു 2-3 റൗണ്ട് അടിക്കും, അതിനാണ് 100 രൂപ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഈ വണ്ടി കണ്ടിട്ടേ ഭയങ്കര ഇത്. അപ്പോൾ കണ്ണനും ഏട്ടൻ്റെ ചെക്കനും കൂടെ അതിൽ കയറിയിട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു 9:15 എപ്പോഴത്തേനും ഇറങ്ങിയിട്ടോ. 9:15 ആയിട്ട് ഇറങ്ങി ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു 11 മണി 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കോഴിക്കോട്ടേക്ക് പോയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ടൂറൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ചിലവ് കുറഞ്ഞ ടൂറാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.